Hi guys, welcome back. എപ്പോഴത്തെയും പോലെ തന്നെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നോക്കിയയുടെ ഒരു മിഡ് റേഞ്ച് ഫോണായ Nokia 5.3 ആണ് ഇവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇതിന് രണ്ട് വേരിയൻസ് ആണുള്ളത്, 4GB + 64GB അതുപോലെ തന്നെ 6GB + 64GB. ഇതിൽ 4GB + 64GB ആണ് നമ്മൾ ഇവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിന് 3 കളർ വേരിയൻസ് ആണ് വരുന്നത്, സാൻഡ്, ചാർക്കോൾ ആൻഡ് സിയാൻ. സോ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അൺബോക്സ് ചെയ്യാനേക്കാളും നമുക്ക് ഔട്ടർ ബോക്സിൽ എന്തൊക്കെ ഉണ്ട് നോക്കാം. ഫസ്റ്റ് തന്നെ 6.55 ആണ് ഡിസ്പ്ലേ സൈസ്. പിന്നെ ഇതിൻ്റെ പ്രൊസസ്സർ എന്ന് പറയുന്നത് Qualcomm Snapdragon 665. പിന്നെ ഇതിൻ്റെ ക്യാമറ ഡ്യുവൽ ക്യാം ആണ്. അതുപോലെ തന്നെ ബാറ്ററി 4000 mAh ആണ്. സോ നമുക്കിനി ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വരുന്ന ഫോണാണ്, അത് നമുക്ക് പിന്നെ നോക്കാം. പിന്നെ ഒരു സിം ഇജക്റ്റ് പിൻ. ഇത് നോക്കിയയുടെ ഒരു മാനുവൽ ബുക്കാണ്. പിന്നെ ഒരു ജെല്ലി കേസ്. ക്വാളിറ്റി ഉള്ളൊരു ബാക്ക് കവർ തന്നെയാണ് നമുക്ക് നോക്കിയ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫ്ലെക്സിബിളാണ്. നമുക്ക് വേറെ എന്തൊക്കെ നോക്കാം. ഇതിൽ നമുക്കൊരു ചാർജിങ് അഡാപ്റ്ററും അതുപോലെ തന്നെ ഒരു USB കേബിളും പിന്നെ ഒരു ഹെഡ്സെറ്റുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അഡാപ്റ്റർ 5V 2A ഒരു അഡാപ്റ്ററാണ്, ഫാസ്റ്റ് ചാർജർ അല്ല. അതുപോലെ തന്നെ ഒരു C ടൈപ്പാണ് USB കേബിളും. സോ ഇതാണ് നമുക്ക് നോക്കിയ പ്രൊവൈഡ് ചെയ്ത ഹെഡ്സെറ്റ്. അത്ര ക്വാളിറ്റിയുള്ള ഹെഡ്സെറ്റ് ഒന്നുമല്ല, എന്നാൽ കൂടി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ ഹെഡ്സെറ്റ് ആരും തരാറില്ല. ബട്ട് നോക്കിയ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു. ഇനി നമുക്ക് ഫോണിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമുക്ക് ഫോണിൻ്റെ അപ്പിയറൻസ് നോക്കാം. ഇതിൽ നമുക്ക് ഒരു ഗൂഗിൾ അസിസ്റ്റൻ്റ് ഒരു സ്റ്റിക്കർ വന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നോക്കിയ കൂടുതൽ ഇമ്പോർട്ടൻസ് ഗൂഗിൾ അസിസ്റ്റൻസിന് കൊടുക്കുന്നുണ്ടായിരിക്കും, അതായിരിക്കാം. സോ ഇതിൻ്റെ കളർ വേരിയൻ്റ് എന്ന് പറയുന്നത് ചാർക്കോളാണ്. പിന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് കറക്റ്റ് സെൻറ്ററിലായിട്ടാണ്, ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ, മെയിൻ ക്യാമറ കൂടാതെ അൾട്രാവൈഡ്, മാക്രോ, ഡെപ്ത്, ഇതാണ് നമുക്ക് വന്നിരിക്കുന്ന ക്യാമറ. സോ ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 13.522 MP. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ 2.5D. അത് നമ്മുടെ എഡ്ജിൽ, ഈ എഡ്ജ് കർവായിട്ടായിരിക്കും ഇതിൻ്റെ ഡിസ്പ്ലേ കൊടുക്കുന്നത്. നമുക്കിനി ഫോൺ ഓണാക്കി നോക്കാം. TUV റെയിൻലാൻഡിൻ്റെ ബ്ലൂ ലൈറ്റ് സർട്ടിഫിക്കേഷനോട് കൂടിയുള്ള ഒരു ഡിസ്പ്ലേ ആണ് നോക്കിയ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബ്ലൂ ലൈറ്റ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ബ്ലൂ ലൈറ്റ് കുറവായിരിക്കും, അതുപോലെ തന്നെ റിഫ്ലക്ഷനും പിന്നെ ഫ്ലിക്കറിങ്ങും ഉണ്ടാവില്ല. ഇതിൻ്റെ ഡീമെറിറ്റ് എന്ന് പറയുന്നത് ഇവർ നമുക്ക് HD+ ആണ്, ഫുൾ HD+ അല്ല നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു റേറ്റിൽ. ബട്ട് ഈ ഒരു റേറ്റിൽ അവർ നമുക്ക് 6.55 ഡിസ്പ്ലേ തന്നിട്ടുണ്ട്. അത് ഫിലിം കാണാനും അതുപോലെ തന്നെ ഗെയിമിങ്ങിനും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഫോട്ടോ എടുത്ത് നോക്കിയപ്പോൾ അത്ര പ്രശ്നമൊന്നുമില്ല. ബട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവർ 13 MB ക്യാം മാത്രമേ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത്. സോ അവർ നമുക്ക് 8 MB ആണ് ഫ്രണ്ട് ക്യാമറ തന്നിരിക്കുന്നത്. ഇനി നമുക്ക് സെറ്റിങ്സിൽ കയറിയിട്ട് ഓവറോൾ ഒന്ന് ചെക്ക് ചെയ്യാം. ഇതൊരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഒപ്റ്റിമൈസും അതുപോലെ തന്നെ നല്ലൊരു പെർഫോമൻസും കിട്ടും. ആൻഡ്രോയിഡ് 1 ആയതുകൊണ്ട് തന്നെ ഗൂഗിൾ ആപ്ലിക്കേഷൻസ് എല്ലാം ഇതിലുണ്ടാവും. ബാക്കിയുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്റ്റോറേജ് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. അതുപോലെ തന്നെ ബാറ്ററി സേവറിന് വേണ്ടിയിട്ട് പുതിയൊരു ഫീച്ചർ ഇതിലുണ്ട്. ഗൂഗിൾ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് സ്വിച്ചും ഇത് നമുക്ക് നോക്കിയാൽ തന്നിട്ടുണ്ട്. ഇതിൻ്റെ സെക്യൂരിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ പിൻ പാറ്റേൺ പാസ്വേഡ് കൂടാതെ ഫേസ് റെക്കഗ്നേഷനും അതുപോലെ തന്നെ ഫിംഗർ റെക്കഗ്നേഷനും നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോണിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത്തരം വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫോർ ദ ലോജിക്, ഐ ആം സൈനിങ് ഓഫ്.